നമോ വെങ്കിടേശായ. നമസ്കാരം. ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് മരിച്ചവരുടെ 3 സാധനങ്ങൾ ഏതൊരു കാരണവശാലും നമ്മൾ നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കരുത്. ആ സാധനങ്ങൾ ഏതെല്ലാമാണ് എന്നതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് പറയുവാൻ പോകുന്നത്. അതായത് നമുക്കെല്ലാവർക്കും അറിയാം, 18 പുരാണങ്ങളിൽ ഒന്നാണ് ഗരുഡ പുരാണം. മഹാവിഷ്ണു ഗരുഡന് വെളിവാക്കിയ കാര്യങ്ങൾ ഗരുഡ ഭഗവാൻ കശ്യപ പ്രജാപതിക്ക് വിവരിച്ചു നൽകുന്നതും ആ പുരാണത്തെ ഗരുഡ പുരാണം എന്നും അറിയപ്പെടുന്നുണ്ട്. ബ്രഹ്മാവിൻ്റെ ആവിർഭാവവും പ്രപഞ്ച സൃഷ്ടിയുമെല്ലാം വിവരിക്കുന്ന ഗരുഡ പുരാണത്തിൽ കൃഷ്ണ അവതാര കഥകൾക്കും അതുപോലെ തന്നെ വ്യാകരണം, ആയുർവേദം, രത്നപരീക്ഷ, ജ്യോതിശാസ്ത്രം, ഛന്ദസ് തുടങ്ങിയ ശാസ്ത്രകാര്യങ്ങളും മരണാനന്തരം ജീവന് സംഭവിക്കുന്ന പരിണാമങ്ങളും പിതൃസങ്കല്പങ്ങളും എല്ലാം ഗരുഡ പുരാണത്തിൽ പറയപ്പെടുന്നുണ്ട്. നമ്മുടെ വീട്ടിലെ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ നമുക്ക് അത് വളരെയധികം ദുഃഖം തന്നെയാണ്. പക്ഷേ അത് പറഞ്ഞ് അവർ ഉപയോഗിച്ച സാധനങ്ങൾ, അതും പ്രത്യേകിച്ച് ഞാനിവിടെ പറയുവാൻ പോകുന്ന ഈ 3 സാധനങ്ങൾ നമ്മൾ ഒരിക്കലും വീട്ടിൽ സൂക്ഷിക്കുവാൻ പാടില്ല. നമ്മൾ ചില സമയങ്ങളിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുന്ന ഒരു സമയമായിരിക്കും. അതുപോലെ തന്നെ വീട്ടിൽ എന്നും കലഹങ്ങളും പ്രശ്നങ്ങളും, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ തുടങ്ങിയവയെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടാകും. ഈ സന്ദർഭങ്ങളിൽ നമ്മൾ എന്തു കാരണമാണ് ഇതുപോലുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പിന്തുടരുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ തീർച്ചയായും നമ്മൾ നമ്മുടെ ജാതകത്തെ ഒന്ന് നല്ല ഒരു ജ്യോത്സ്യൻ്റെ കയ്യിൽ കൊണ്ട് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ നോക്കുന്ന സമയത്ത് ചിലർ പറയും പിതൃദോഷങ്ങൾ ഉണ്ട് എന്ന്. പിതൃദോഷം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതൃക്കളെ ശരിയായ രീതിയിൽ പ്രീതിപ്പെടുത്താതിരിക്കുക എന്നുള്ള കാര്യം മാത്രമല്ല. നമ്മൾ ഇതുപോലെ അവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളെ നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ദോഷങ്ങളെ ആയിരിക്കും കൊണ്ടുതരുന്നത്. ചിലർക്കെങ്കിലും തോന്നും, നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ഉപയോഗിച്ചാൽ എന്താണ് തെറ്റ്, ഇതെല്ലാം മരിച്ചുപോയ അവരുടെ ഓർമ്മയ്ക്കായിട്ട് ഞങ്ങൾ സ്നേഹപൂർവ്വം സൂക്ഷിക്കുന്നതല്ലേ എന്നെല്ലാം പല ചിന്തകളും ഉണ്ടാകും. മരിച്ചത് ആരുമായിക്കോട്ടെ, അത് അവർ ദൈവത്തോടു കൂടി കലർന്നിരിക്കുകയാണ്. എങ്കിലും അവരുടെ മരണത്തിനു ശേഷം കുറേ കാലത്തോളം നമ്മളോടൊപ്പം ഉണ്ടായതിനു ശേഷം മാത്രമാണ് അവർ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകുന്നത് എന്നാണ് ശാസ്ത്രമനുസരിച്ച് പറയുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ആർക്കും അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങളെ വിട്ടുപോകുവാൻ വളരെയധികം ദുഃഖം തന്നെയാണ്. സ്വാഭാവികമായും നമുക്കാണെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു സാധനത്തെ എവിടേക്കെങ്കിലും പോകുന്ന സമയത്ത് അത് അവിടെ കളഞ്ഞു പോവുക, അല്ലെങ്കിൽ നമ്മൾ വേണം എന്ന് കരുതി മറ്റുള്ളവർക്ക് കൊടുത്തു വരിക എന്നെല്ലാം ചെയ്യുന്ന സമയത്ത് നമ്മൾ സന്തോഷത്തോടു കൂടിയാണ് ആ സാധനങ്ങൾ അവർക്ക് കൊടുത്തത് എങ്കിലും അത് നമുക്ക് ഏറെ പ്രിയപ്പെട്ടതായതിനാൽ തന്നെ ചില സന്ദർഭങ്ങളിലെങ്കിലും നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടാകാറുണ്ട്. ഇതുതന്നെയാണ് ആത്മാക്കൾക്കും ഉണ്ടാകുന്ന ഒരു കാര്യം. അതായത് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട സാധനങ്ങൾ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. അതിൽ ഏറ്റവും ആദ്യത്തേതായി പറയുന്ന ഒന്നാണ് വസ്ത്രങ്ങൾ എന്ന് പറയുന്നത്. പലരും ചോദിക്കും, എൻ്റെ അമ്മയും അച്ഛനും അല്ലേ, അല്ലെങ്കിൽ എൻ്റെ സഹോദരനല്ലേ, അല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ളവരല്ലേ, ഞാൻ അവരുടെ വസ്ത്രങ്ങൾ ഉപയോഗിച്ചാൽ എന്താണ് തെറ്റ് എന്ന്. പക്ഷേ അങ്ങനെ ഒരിക്കലും ഉപയോഗിക്കരുത്. അതായത് അവർ ഉപയോഗിച്ച് അത് അവർ മടക്കി വെച്ച സാധനങ്ങളായിക്കോട്ടെ, അകാല മരണപ്പെട്ടവരാണെങ്കിലും വയസ്സായി മരിക്കുന്ന വ്യക്തികളാണെങ്കിലും ഉപയോഗിച്ച വസ്ത്രങ്ങളെ നമ്മൾ ഒരിക്കലും ഉപയോഗിക്കരുത്. കുറേ കാലങ്ങൾക്ക് മുന്നെല്ലാം തന്നെ ഒരു വ്യക്തി മരണപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ശവസംസ്കാരത്തിന് ഇടയിൽ തന്നെ അവർ ഉപയോഗിച്ച സാധനങ്ങളെല്ലാം കത്തിച്ചു കളയുന്ന ഒരു പതിവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെല്ലാം അത് കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. എങ്കിലും നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അറിയുന്നത് മുഖാന്തരം ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഉപേക്ഷിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതായത് എത്ര തന്നെ വസ്ത്രങ്ങൾ ഉണ്ടെങ്കിലും അത് നമുക്ക് ദാനമായി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അതിനെ കത്തിച്ചു കളയാം, അതല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കിക്കളയാം. ഒഴികെ നമ്മൾ ഒരിക്കലും അവർ ഉപയോഗിച്ച വസ്ത്രത്തെ ഉപയോഗിക്കരുത്. ഇത് വളരെയധികം പാപമാണ്. ഇനി രണ്ടാമതായി നമ്മൾ കാണുവാൻ പോകുന്ന ആ ഒരു പ്രധാനപ്പെട്ട സാധനം എന്ന് പറയുന്നത് മരിച്ച വ്യക്തികളുടെ ജാതകം. ഒരിക്കലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ വീടുകളിൽ അത് സൂക്ഷിക്കരുത്. അതും പ്രധാനമായി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അകാല മരണപ്പെട്ടവരാണെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ വീടുകളിൽ സൂക്ഷിക്കുന്നത് വളരെയധികം അപകടകരമായ ഒരു കാര്യമാണ്. നമ്മൾ അവരോടുള്ള സ്നേഹത്തിൻ്റെ പേരിലാണ് ഇതുപോലുള്ള സാധനങ്ങളെല്ലാം സൂക്ഷിക്കുന്നത് എങ്കിലും നമുക്ക് മാത്രമല്ല അവരോട് സ്നേഹമുള്ളത്, മറിച്ച് അവർക്കും നമ്മളോട് സ്നേഹം കൂടുതലായിരിക്കും. ആ സാഹചര്യത്തിൽ അവർക്ക് നമ്മളെ വിട്ടുപോകുവാൻ വളരെയധികം പ്രയാസമായി തോന്നുകയും അവരുടെ ആത്മാവിന് മോക്ഷം കിട്ടാതെ വരികയും ചെയ്യുന്ന ഒരു സംഭവമാണ് നമ്മൾ ഇതുപോലുള്ള സാധനങ്ങൾ എടുത്തു വെക്കുന്നതിലൂടെ ചെയ്യുന്നത്. മാത്രമല്ല, നമുക്കൊരു കുടുംബമുണ്ട്. നമ്മുടെ സ്നേഹത്തിൻ്റെ പേരിൽ നമ്മുടെ കുടുംബാംഗങ്ങളെയും
പ്രശ്നത്തിലേക്ക് തള്ളിവിടുന്നത് വളരെ അധികം തെറ്റു തന്നെയാണ്. അതുകാരണമാണ് ഞാൻ ഇവിടെ എടുത്തു പറയുന്നത്, ഒരിക്കലും മരിച്ച വ്യക്തികളുടെ ജാതകം അതുപോലെ തന്നെ വസ്ത്രം എന്നിവ നമ്മൾ സൂക്ഷിക്കാതിരിക്കുന്നത് വളരെയധികം നല്ലതാണ്. ഏതൊരു സാധനങ്ങൾ എടുത്താലും അത് ജീവനുള്ളതാണെങ്കിലും ജീവനില്ലാത്തതാണെങ്കിലും രണ്ടിലും പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയും നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ ചില സന്ദർഭങ്ങളിൽ അവർ ഉപയോഗിച്ച, അതായത് മരിച്ചുപോയവർ ഉപയോഗിച്ച സാധനങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു പക്ഷേ നമ്മുടെ സമയം നല്ലതാണ് എന്നിരിക്കെ നമുക്ക് അത് പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. അതല്ല, നമ്മുടെ സമയം ശരിയല്ല, നമുക്ക് ഇതെല്ലാം പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നതാണ് എന്ന് പറയുമ്പോൾ അത് നെഗറ്റീവ് എനർജിയായി നമ്മളിലേക്ക് ബാധിക്കുക തന്നെ ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെടണമെന്നില്ല. റിസ്ക് എടുക്കാതെ ഇതുപോലുള്ള സാധനങ്ങൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. ഇനി മൂന്നാമതായിട്ട് പറയുവാൻ പോകുന്ന സാധനം എന്ന് പറയുന്നത് മരിച്ചു പോയവർക്ക് ഏറ്റവും പ്രിയപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ എന്ന് മാത്രമല്ല അവർ ഉപയോഗിച്ച ആഭരണങ്ങൾ. ഒരു പക്ഷേ പലരും പറയുന്ന ഒരു കാര്യമാണ്, കാലാകാലങ്ങളായി എൻ്റെ 3 തലമുറയ്ക്ക് മുന്നേ ഉള്ള സ്വർണ്ണാഭരണങ്ങൾ ഞാൻ ഇന്നും സൂക്ഷിക്കുന്നുണ്ട് എന്ന്. അതെല്ലാം തന്നെ അവരും സൂക്ഷിച്ചു വന്ന സാധനങ്ങളായതിനാൽ നമുക്കതൊരു പ്രശ്നമില്ല. പക്ഷേ ഒരുപാട് പേർക്ക് അവരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് സ്വർണ്ണാഭരണങ്ങളായിരിക്കും. പല സന്ദർഭങ്ങളിലും മറ്റു ഏതൊരു സാധനത്തെ അവർ ആർക്ക് വേണമെങ്കിലും കൊടുത്താലും താങ്കൾ അണിഞ്ഞിരിക്കുന്ന സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ ആഭരണങ്ങൾ കൊടുക്കുവാൻ വളരെയധികം ബുദ്ധിമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അവർ മരണപ്പെടുകയാണ് എന്നിരിക്കെ ആ ആഭരണങ്ങൾ ഉരുക്കി നമുക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കാം എന്നല്ലാതെ ഒരിക്കലും നമ്മളത് ഡയറക്റ്റായിട്ട് ഉപയോഗിക്കരുത്. ഇത് നമ്മൾ പല വീടുകളിലും കാണുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മാതാപിതാക്കളെല്ലാം ആരെങ്കിലും മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളെ മക്കൾക്ക് കൈമാറുന്ന ഒരു ശീലമുണ്ട്. അതെല്ലാം പ്രായമായി മരിച്ചവരുടെ കാര്യമാണെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റില്ലാത്ത ഒരു കാര്യമാണ്. പക്ഷേ ആക്സിഡൻറ്റ് മരണം, പെട്ടെന്ന് എങ്ങനെയെങ്കിലും പെട്ടെന്നുള്ളൊരു മരണം സംഭവിക്കുക എന്നെല്ലാം ചെയ്യുന്ന സമയത്ത് അവർ ഉപയോഗിച്ച ആഭരണങ്ങൾ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. അത് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും രീതിയിൽ മാറ്റിയെടുത്ത് ഉപയോഗിക്കാം എന്നല്ലാതെ നമ്മളത് ഡയറക്റ്റായിട്ട് അണിയരുത്. അതിൻ്റെ പാപവും നമ്മളിലേക്ക് തന്നെ വന്നു ചേരുന്നതായിരിക്കും. മാത്രമല്ല, ഈ 3 കാര്യങ്ങൾ എന്ന് ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മരിച്ചുപോയവരുടെ ചെരുപ്പുകൾ വീട്ടിൽ സൂക്ഷിക്കരുത്. അതുപോലെ തന്നെ ആ ചെരുപ്പുകൾ ദാനം ചെയ്യരുത്. മാത്രമല്ല, നമ്മൾ ചെരുപ്പുകൾ ഒരു ഓർമ്മയ്ക്കായിട്ട് എടുത്തു വെക്കാമെന്ന് കരുതി വേറെ ഏതെങ്കിലും ഒരു വീടിൻ്റെ മുക്കിലോ മൂലയിലോ സൂക്ഷിക്കുന്നതും വളരെ അപകടകരമായ ഒരു കാര്യമാണ്. ഇനി അടുത്തതായിട്ട് പറയുവാൻ പോകുന്നത് അവർ ഉപയോഗിച്ച ബെഡ്ഷീറ്റ്, അതുപോലെ തന്നെ തലയണ, മാത്രമല്ല അവർ കിടക്കുവാൻ ഉപയോഗിച്ച സാധനങ്ങളും നമ്മൾ ഈ മരിച്ചതിനു ശേഷം ഉപേക്ഷിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായ ഒരു കാര്യമായി പറയപ്പെടുന്നത്. ഇനി ഗരുഡപുരാണം അനുസരിച്ച് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മരണശേഷം അയാൾ കൈത്തണ്ടയിൽ ധരിച്ചിരിക്കുന്ന, അതായത് വാച്ച്, ചരടുകൾ, അതുപോലെ തന്നെ വളകൾ എന്നിവ ഉപയോഗിക്കുന്നതും വളരെയധികം നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം നമ്മളിൽ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ മരിച്ച ആളുടെ ചരട്, വള, വാച്ച് എന്നിവ ഒരിക്കലും നമ്മൾ ഉപയോഗിക്കരുത്. ഈ പറഞ്ഞ സാധനങ്ങൾ അവർ ഉപയോഗിച്ച കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ ചില സന്ദർഭങ്ങളിൽ, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചില സന്ദർഭങ്ങളിൽ നമുക്ക് നന്മകൾ വരുവാനും സാധ്യതയുണ്ട്. അത് 100-ൽ 10% മാത്രമേ നമുക്ക് പോസിറ്റീവ് വൈബ്രേഷൻ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ബാക്കിയുള്ള 90% പോസിറ്റീവ് എനർജി അല്ലാതെ നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുവാനാണ് സാധ്യത. അതിനാൽ തന്നെ ഇതുപോലുള്ള കാര്യങ്ങൾ നമ്മൾ ഉപേക്ഷിക്കുന്നത്, ഞാൻ ആദ്യം തുടക്കത്തിൽ പറഞ്ഞതുപോലെ, നമുക്ക് മാത്രമല്ല നമ്മുടെ ഇനി വരുന്ന തലമുറകൾക്കും ഏറ്റവും കൂടുതൽ നന്മകൾ കൊണ്ടുതരുന്നതായിരിക്കും. നമുക്ക് എത്ര തന്നെ പ്രിയപ്പെട്ടവരാണെങ്കിലും അവർ മരിച്ചു പോയി കഴിഞ്ഞു, എല്ലാവരും ഈ ഭൂലോകത്തിൽ നിന്നും ഒരു ദിവസം വിട പറയേണ്ടവരാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ട്. പക്ഷെ നമ്മുടെ പ്രിയപ്പെട്ടവരാണ്, നമുക്ക് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരാണ്, അവരില്ലാതെ നമുക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല എന്നെല്ലാം നമ്മൾ പറയുമെങ്കിലും കൂടി ഒരു സന്ദർഭങ്ങളിൽ നമുക്ക് ജീവിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ആ ജീവിക്കുന്ന ജീവിതത്തിൽ നമ്മൾ നന്മകൾ വിളിച്ചു വരുത്തുകയാണ് വേണ്ടത്. ഒരിക്കലും പോയ വ്യക്തികളെ തിരികെ വിളിച്ചു വരുത്താനുള്ള മാർഗങ്ങൾ നമ്മൾ ഒരിക്കലും സ്വീകരിക്കരുത്. അതായത് ഈ വസ്ത്രങ്ങൾ ഉപയോഗിക്കുക, വാച്ചുകൾ ഉപയോഗിക്കുക, മാത്രമല്ല കിടക്കകൾ, ജാതകം എന്നിവയെല്ലാം നമ്മൾ വീണ്ടും എടുത്ത് നോക്കുന്നതിലൂടെയോ അത് ഉപയോഗിക്കുന്നതിലൂടെയോ അവരുടെ ആത്മാവിൻ്റെ സാന്നിധ്യം
നമ്മളോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അത് നമുക്ക് പിന്നീട് വളരെയധികം ദോഷകരമായിരിക്കും ബാധിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കുന്നത് നമുക്ക് പിതൃദോഷം ഉണ്ടാകാതെ സൂക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ നമുക്ക് അറിയാതെ എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ട്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഉണ്ട് എന്നിരിക്കെ ആ സാധനങ്ങൾ ഒന്നുകിൽ ദാനമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഒഴുക്കിക്കളയുക, അല്ലെങ്കിൽ കത്തിച്ചു കളയുക. ഇവ മൂന്നിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ നമുക്ക് വീട്ടിൽ എന്തെങ്കിലും പിതൃദോഷം ഇതൊന്നും ചെയ്യുന്നില്ല എങ്കിലും ഞങ്ങളുടെ വീട്ടിൽ പിതൃദോഷമുണ്ട് എന്ന് നമുക്ക് അനുഭവപ്പെടുകയാണെങ്കിൽ നമുക്ക് ഈ വരുന്ന വാവ്, അതായത് കർക്കിടക വാവ്, തുലാമാസത്തിലെ വാവ് എന്നീ ഏതെങ്കിലും ദിവസങ്ങളിൽ പിതൃതർപ്പണം നടത്തി വരുന്നതും, അതുപോലെ തന്നെ നമ്മൾ നിത്യവും കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അമാവാസ തിഥികളിൽ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് വളരെ നന്മകൾ കൊണ്ടുതരുന്നതായിരിക്കും. വളരെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഒരുപാട് പേർക്ക് പ്രയോജനം കൊണ്ടുതരുന്ന കാര്യങ്ങളാണ്. ചെറിയ ചെറിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ തന്നെ നമുക്ക് വലിയ വലിയ നന്മകൾ അനുഭവിച്ചറിയുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്ത് തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്യുവാനും മറക്കരുത്. നന്ദി, നമസ്കാരം. ഓം നമോ നാരായണ. ഓം നമോ വെങ്കിടേശായ നമഃ.